തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. ഇത് കട്ടവന്റെ നില പൂടയിക്കുന്നു പറഞ്ഞപ്പോൾ തപ്പിയതുപോലെ അവരുടനെ മതതീവ്രവാദി എന്നാക്കി. ഇതൊന്നും കേൾക്കാതെ പിന്നീടും എന്നോട് കയർത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തീവ്രവാദം ഇഷ്ടപ്പെട്ട ആളെന്നാണ് ഈ ചാനലിൽ വന്ന് എന്നെ ചോദ്യം ചെയ്തത്. തീവ്രവാദം എന്ന് പറഞ്ഞത് മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തീവ്രവാദമായി സംസാരിക്കുന്നവൻ തീവ്രവാദി, മിതമായി സംസാരിക്കുന്നവൻ മിതവാദി. ഇത് കട്ടവന്റെ നില പൂടയിക്കുന്നു പറഞ്ഞപ്പോൾ തപ്പിയതുപോലെ അവരുടനെ മതതീവ്രവാദി എന്നാക്കി. മതതീവ്രവാദി എന്ന് പറഞ്ഞിരിക്കുക അയാൾ അറിയാൻ പാടില്ലല്ലോ. അയാൾ ആരാണെന്ന് എനിക്കറിയാം, എന്താണെന്നറിയാം, അയാൾ മറ്റു ബാക്ക്ഗ്രൗണ്ടിൽ അറിയില്ല. മതതീവ്രവാദി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ പോയതാണ് അബദ്ധം നിൽക്കുന്നത്. അയാൾ അതായിരിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ തലയെ തപ്പി കള്ളൻ കൂടെ നിൽക്കുന്നത് തലയെ തപ്പിപ്പോയത്. ഞാൻ അങ്ങനെ ആരെപ്പറ്റും പറഞ്ഞില്ല. തീവ്രവാദി അതിനിയും പറയും, വേറെ ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല, അവരാരും ഇങ്ങനെ സംസാരിച്ചില്ലല്ലോ. തീവ്രവാദമായി സംസാരിച്ച പിന്നെ അവൻ ആരായാലും അവൻ തീവ്രവാദി. മിതമായി സംസാരിച്ച എത്രയോ പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അവരെല്ലാം മിതവാദികളാണ്. ഒന്നും ശരിയല്ല. ഒരു ചാനൽ വിചാരിച്ചാൽ ഒരു ചുക്കിന് കിട്ടിയാനില്ല. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എനിക്ക് രാഷ്ട്രീയ മോഹമില്ല, എനിക്ക് പാർലമെന്ററി മോഹമില്ല. ഞാൻ എൻ്റെ സമുദായത്തിന് കാര്യമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാൻ വരുന്ന ഏത് ശക്തിയും നേരിടാനുള്ള തൻ്റെ ഇടവും ധൈര്യവും എനിക്കുണ്ട്. എനിക്ക് ഭയമില്ല. എനിക്ക് അസാധ്യമെന്നുള്ളതും ഭയമെന്നുള്ളതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ റോഡെടുക്കാൻ പോലും എനിക്ക് സാധിച്ചത്. അന്ന് അസാധ്യം എന്ന് പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോയ റോഡാണ്, അന്ന് ഞാൻ ഏറ്റെടുത്തവരാണ്. അങ്ങനെ അസാധ്യം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ഇട്ടുപോയവരാണ് തകഴിക്കുന്നമേൽ ലൈൻ, അതും ഏറ്റെടുത്ത് തീർത്തവനാണ് ഞാൻ. മരണം ഈ ഒരു പ്രാവശ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, ചത്തില്ല. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ചോരയ്ക്ക് കുതിക്കുന്നെങ്കിൽ ശ്രമിക്കാം. പക്ഷേ അഭിപ്രായം പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് മാറുകയില്ല. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. അതല്ല ഞാൻ പറഞ്ഞ തെറ്റാണെന്നും പറയാം, ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അതല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞു നിന്ന് ചാനലിൽ എന്താണ് റേറ്റിംഗ് കൂട്ടി കെട്ടാൻ വേണ്ടി ഈ പാവം പിടിച്ച സമുദായത്തിന് ഉപയോഗിക്കുന്നത് മര്യാദയാണ്, അസംബന്ധമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ആ സ്വകാര്യ ദുഃഖം നിങ്ങളോടൊന്ന് പങ്കിട്ടെന്നുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണ വരുന്നത്. എത്രയോ മുസ്ലിം സമുദായങ്ങൾ നമ്മളോട് കൂട്ടുണ്ട്, എത്ര ക്രിസ്ത്യൻ സമുദായം നമ്മളോട് കൂട്ടുണ്ട്. മതസൗഹാർദ്ദം ഇവിടെ നിൽക്കുന്നത് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനം ഇവിടെ വളർന്നു ഉയർന്നുകൊണ്ടാണ്. ബിജുവിൻ്റെ പാവമാണ്, വഴിതെറ്റിപ്പോയി, അതിൻ്റെ എല്ലാ ദുരന്തവും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിൽ യൂത്തുകാരൻ. ആ യൂത്തുകാരൻ തൃശ്ശൂർ പറഞ്ഞിരിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം എന്താണ് താറൊഴിച്ച് കരിയോല വെച്ച് നിങ്ങൾ കത്തിച്ചാൽ അവൻ പ്രൈസ് കൊടുക്കുന്നു.